ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ജ്ഞാനേന തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ. യേഷാം ഏതൊരാളുടെയാണോ അജ്ഞാനം അറിവില്ലായ്മയെ നാശിതം നശിപ്പിക്കപ്പെടുന്നത് ആത്മന ജ്ഞാനേന ആത്മന ആ ആത്മനഃ ജ്ഞാനേന സ്വന്തം ആത്മാവിൻ്റെ ആ ജ്ഞാനത്താൽ ഏതൊരാളുടെ അജ്ഞാനമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തേഷാം അവരുടെ ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. തേഷാം ജ്ഞാനം അവരുടെ ആ അറിവ് തത്പരം പ്രകാശയതി ആദിത്യവത് പരമമായ തത്വത്തെ സൂര്യനെ അല്ലെങ്കിൽ സൂര്യനാൽ എന്ന പോലെ പ്രകാശിപ്പിക്കുന്നു. ഏതൊരാളുടെ അല്ലെങ്കിൽ ഏതൊരു യോഗിയുടെ ജ്ഞാനമാണോ അയാളുടെ എല്ലാ അജ്ഞാനത്തെയും നശിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആ ജ്ഞാനം എന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്രഭയേറിയതാണ്. അത് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു അന്ധകാരത്തെയും മാറ്റുവാൻ കഴിവുള്ള സൂര്യപ്രഭ എന്ന പോലെ ആ അറിവ് പരമമായ ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കുവാനും സാമർഥ്യമുള്ളതാണ്. യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന യോഗിക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ചരാചര വസ്തുക്കളിലും തന്നിലും കുടികൊള്ളുന്നതായ ചൈതന്യം ആ ഈശ്വരൻ്റേതാണ് എന്ന് മനസ്സിലായി അതിനോട് താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആ യോഗിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ബോധത്തിൽ ഉണ്ടാകുന്ന ആ ജ്ഞാനപ്രകാശം അദ്ദേഹത്തിൻ്റെ എല്ലാ അജ്ഞാനങ്ങളെയും നശിപ്പിക്കുകയും ആ അറിവ് അദ്ദേഹത്തിന് പരമമായ തത്വമാകുന്ന ഈശ്വരനെ വ്യക്തമായി കാട്ടിക്കൊടുക്കുന്നതുമായി ഭവിക്കുന്നു. ഈ അറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം. ആരുടെ അജ്ഞാനമാണോ ആത്മജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നത് അവരുടെ ആ ജ്ഞാനം സൂര്യനെ പോലെ പരമാത്മ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആദിത്യവത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് എല്ലാ അന്ധകാരങ്ങളും മാറിപ്പോകുന്നത് പോലെ ആത്മജ്ഞാനം ഉദിക്കുന്ന ഒരു യോഗിക്ക് എല്ലാ അജ്ഞാനങ്ങളും പൂർണ്ണമായും നശിച്ച് ജ്ഞാനം പ്രകാശിച്ച് ആ ജ്ഞാനം തന്നെ പരമാത്മ തത്വത്തെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആകാശത്തെ സങ്കല്പിക്കുക. ആകാശത്തെ മഹാകാശമെന്നും ഘടാകാശം എന്നും രണ്ടായി പറയുന്നുണ്ട് വേദാന്തത്തിൽ. ഘടാകാശം, ഘടം എന്ന് പറഞ്ഞാൽ കുടം എന്നാണ് അർത്ഥം. ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ആകാശമുണ്ട്. അതുപോലെ നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ അവിടെയും ആകാശമുണ്ട്.
എന്നാൽ ഇത് രണ്ടും ഒരേ ആകാശത്തിന് തന്നെ ഭാഗങ്ങളാണ്. ഈ കുടത്തിലുള്ള ആകാശത്തിന് സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ആ കുടത്തിൻ്റെതായ ഭിത്തി കൊണ്ട് ഈ ഘടാകാശം മഹാകാശത്തു നിന്ന് വേർപെട്ട് നിൽക്കുന്നു. എപ്പോഴാണോ ഈ ഘടാകാശം അതിൻ്റെ മറവുകളെ ഇല്ലായ്മ ചെയ്യാൻ പ്രാപ്തമാകുന്നത്, അപ്പോൾ ഈ ഘടാകാശം മഹാകാശവുമായി യോജിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ലയിച്ചു ചേരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈ ചൈതന്യം വാസ്തവത്തിൽ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് എങ്കിലും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന കാരണം കൊണ്ട് അത് ആ പരമാത്മാവിൽ നിന്നും വിഭിന്നമായി നമുക്ക് തോന്നുന്നു. എന്നാൽ ഈ പഞ്ചഭൂതാത്മകമായ ശരീരമാകുന്ന ഭിത്തിയെ വേർപെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് ഇല്ലാതായി കഴിയുമ്പോൾ, ഈ ചൈതന്യവും ആ ചൈതന്യവും ഒന്നായിത്തീരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഒരു വ്യത്യാസം സംഭവിക്കുന്നത്, ഈ ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള ശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് ആർജിച്ചെടുത്ത കർമ്മസഞ്ചയങ്ങൾ അത് അടുത്ത ജന്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ കാരണമായി ഭവിക്കുന്നു എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലുള്ള കർമ്മങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന യോഗികൾ, അവർ തങ്ങളുടെ നിലനിൽപ്പ് മൂലം ഒരു ജീവജാലങ്ങൾക്ക് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വളരെയധികം വ്യഗ്രത കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും. തന്നെയുമല്ല, ഈ മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ അവരുടെ പ്രയാണം അല്ലെങ്കിൽ സഞ്ചാരം കൊണ്ട് മറ്റുള്ള ശരീരങ്ങളിലിരിക്കുന്ന ജീവാത്മാക്കൾക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നതിനായിട്ട് സദാസമയവും പ്രയത്നിക്കുന്നവരായിരിക്കും. അതിനർത്ഥം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവചൈതന്യത്തെ ശുദ്ധീകരിക്കുന്നതിനായി ഈ ശരീരം കൊണ്ട് കഴിയുന്ന അത്ര ഉപകാരങ്ങൾ മറ്റ് ശരീരങ്ങളിലിരിക്കുന്ന ജീവാത്മാക്കൾക്ക് ചെയ്യണം എന്നുള്ള പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ അത് ഈ പുനർജന്മം എന്ന് പറയുന്ന ആ സംസാര ദുഃഖത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതിൽ നിന്ന് വളരെയധികം രക്ഷിക്കുന്നതായി പരിണമിക്കും എന്നാണ് പറയുന്നത്. ഒരു യോഗി എന്ന് പറഞ്ഞാൽ അയാളുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ട് ആ കർമ്മഭാണ്ഡങ്ങളുടെ ഭാരം കുറച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് യാതൊരു ദുഷ്കർമ്മവും ചെയ്യാതെ, ഹിംസകൾ ചെയ്യാതെ, അവരവരുടെ ശരീരം നിലനിർത്തുന്നതിന് അത്യാവശ്യമായ കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആയിരിക്കണം പരമമായ ലക്ഷ്യം എന്നുകൂടി നമുക്കിവിടെ ഭഗവാൻ സൂചന തരികയാണ് ഈ ജ്ഞാനേന എന്ന പദം കൊണ്ട്. ആ അറിവാണ് നമ്മളെ പരമപദത്തിലേക്ക് എത്തിക്കുന്നത്. ജ്ഞാനേനതു തതജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. തദ്ബുദ്ധയ, അതിനെ, തദ് എന്നാൽ പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. തദ്ബുദ്ധയ എന്ന് പറഞ്ഞാൽ അതിനെ അറിയുക, അറിഞ്ഞവർ. തദാത്മാനഃ, അത് താൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞവർ. തന്നിഷ്ഠാഃ, അതിനെ അല്ലെങ്കിൽ ആ വസ്തുവിൽ നിഷ്ഠയുള്ളവരായിട്ട്, അല്ലെങ്കിൽ ആ പരമാത്മാവിൽ നിഷ്ഠനായിരിക്കുന്നവർ, അതിൽ തന്നെ
നിലനിൽക്കുന്നവരായിട്ടും തത്പരായണാഹ അതുതന്നെ പരമമായ ആശ്രയം എന്ന് കരുതുന്നവരുമായ ആളുകൾ ജ്ഞാനനിർധൂത കൽമഷാഹ ആ ജ്ഞാനം കൊണ്ട് നിർധൂതമായ കൽമഷങ്ങൾ നശിപ്പിക്കപ്പെട്ട പാപങ്ങളോടുകൂടിയവരായിട്ട് അവർ പുനരാവൃത്തി ന ഗച്ഛന്തി അവർ ഒരിക്കലും ഒരു പുനരാവൃത്തിയെ ഒരു പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പുനരാവൃത്തി എന്ന് പറയുമ്പോൾ പുനരാവൃത്തി ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. ഈ പരമമായ അറിവിനെ സമ്പാദിച്ച യോഗികളാവട്ടെ അവരെ ആ പരമാത്മാവിനെ താൻ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തന്നെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരായിട്ടും അതിനെ തന്നെയാണ് പരമമായ ആശ്രയമായി കരുതേണ്ടത് എന്നും മനസ്സിലാക്കുന്നവരായ ആ യോഗികൾ അവരുടെ ജ്ഞാനം കൊണ്ട് എല്ലാ പാപങ്ങളും അകന്നവരായിട്ട് പുനർജന്മമില്ലാത്തതായ പരമപദത്തെ പ്രാപിക്കുന്നു. ഇവിടെ ആ പരമപദ പ്രാപ്തിക്ക് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒരു യോഗിയുടെ സഞ്ചാരത്തിൻ്റെ ഏകദേശം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തദ് ബുദ്ധയഃ തദാത്മാനഃ അതിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ പരമാത്മാവിനെ ഈശ്വരനെ മനസ്സിലാക്കി തദാത്മാനഃ അത് താൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ നിഷ്ഠയിൽ തന്നെ തദ് നിഷ്ഠാഹ അതിൽ തന്നെ നിഷ്ഠയുള്ളവരായിട്ടിരിക്കുന്നതും തത് പരായണാഹ അതുതന്നെയാണ് പരമമായ ആശ്രയം എന്ന് കരുതുന്നവരുമായി ജീവിക്കുന്ന ആ യോഗികൾ അല്ലെങ്കിൽ ജ്ഞാനികൾ അവരുടെ ജ്ഞാനം നിമിത്തം എല്ലാ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നവരായിട്ട് അപുനരാവൃത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ പുനരാവൃത്തി ഇല്ലാത്ത അവസ്ഥയെ അവർ ഗച്ഛന്തി പ്രാപിക്കുന്നു, എത്തിച്ചേരുന്നു. എല്ലായ്പ്പോഴും സാധാരണമായ ലൗകിക ജീവിതം നയിച്ചു പോകുന്നവർക്ക് ഈ കർമ്മത്തിൻ്റെതായ ഇപ്രകാരമുള്ള ഗതിവിഗതികൾ ഒന്നും അറിയാത്തവരായിരിക്കും. ജനിച്ച അന്ന് മുതൽ മരണം വരേക്കും എന്തെല്ലാമോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തവരായിട്ട് ജീവിച്ച് മരിക്കുന്ന അനേകം മനുഷ്യർ ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ ആ കർമ്മങ്ങളുടെയെല്ലാം ഗൂഢമായിരിക്കുന്ന ഫലങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നവരാണ് ഈ യോഗികൾ. കർമ്മഫലങ്ങളുടെ നിഗൂഢതകളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കർമ്മം ചെയ്താലും അതിൽ നിന്ന് മറ്റുള്ള ജീവാത്മാക്കൾ യാതൊരു ഹാനിയും വരുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ള യോഗികൾക്ക് ഈ പരമപദ പ്രാപ്തിക്കുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മളും എല്ലാവരും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് എത്ര പടി കയറാമോ അത്രയും പരിശ്രമിക്കണം എന്നുകൂടി ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ലൗകികന്മാരായിട്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നവരാണ്. ഈ ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നുകൊണ്ട് എത്രമാത്രം ആധ്യാത്മികതയെ പ്രായോഗിക പദത്തിലെത്തിക്കുവാൻ കഴിയും എന്നതും സംശയമുളവാക്കുന്ന വസ്തുതയാണ്. എന്നിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ ഏതു പ്രകാരത്തിലുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചാലാണോ നമ്മുടെ ഭാരം കുറയ്ക്കാൻ കഴിയുന്നത്, കുറഞ്ഞ പക്ഷം അത് കൂട്ടാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കാൻ കഴിയുന്നത്, അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ അറിയണം, പഠിക്കണം. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനും പരിശ്രമിക്കുമ്പോഴാണ് ഈ ജീവാത്മാവിന് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായി എന്ന് സങ്കല്പിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന 88 ലക്ഷത്തിൽ പരം വിവിധങ്ങളായ ജീവജാലങ്ങളുണ്ടെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത്രയും ശരീരങ്ങളിൽ ഏതൊന്നിൽ ഇരിക്കുന്ന ജീവാത്മാക്കളും അനുഭവിക്കുന്ന ആ സുഖങ്ങൾ മാത്രം അനുഭവിക്കുന്നവരായിട്ട് അധപ്പതിച്ച് മനുഷ്യനും പരമഗതിയെ പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു.
എന്നാൽ ഈ മനുഷ്യജന്മത്തിനുള്ള പ്രത്യേകത വിവേചന ബുദ്ധി ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് കർമ്മങ്ങളെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും ഈശ്വരബോധം പ്രാപിക്കുവാനും ഒക്കെയുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി എല്ലാവരും തന്നെ വ്യർത്ഥമാക്കി കളയുന്ന ഒരു രീതിയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത് എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നൽകുന്ന ഉപദേശം. തദ്ബുദ്ധയസ്തദാത്മാനസ്തന്നിഷ്ടാസ്തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേജ പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ച ഏവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. വിദ്യാവിനയസമ്പന്നേ, വിദ്യയും വിനയവും ഒക്കെ സമ്പന്നമായിരിക്കുന്ന ബ്രാഹ്മണനിലും ഗവി പശുവിലും ഗോവിലും ഹസ്തിനി ആനയിലും ശുനി ച ഏവ നായ്ക്കളിലും സ്വപാകേജ ശ്വാക്കളെ ഭജിക്കുന്നവരിലും ചണ്ടാളനിലും പണ്ഡിതാഹ സമദർശിനഃ. പണ്ഡിതനായിരിക്കുന്ന യോഗിയായിരിക്കുന്ന ഒരാൾ സമദർശിനഃ. ഇവയിലെല്ലാം കാണുന്നത് ഒരേ ജീവചൈതന്യത്തെയാണ്. ലൗകിക ജീവിതത്തിൽ നമുക്കെല്ലാം നമ്മൾ ഓരോരുത്തരായിട്ടും ഇടപഴകുമ്പോൾ അവരുടെ എല്ലാം കർമ്മവാസനകൾ അനുസരിച്ച് നമ്മൾ സ്വയം അവരെ തരംതിരിക്കാറുണ്ട്. ചിലർ വളരെ നല്ല പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അവരോടൊരു പ്രത്യേക താല്പര്യമോ ഒരു മമതയോ ഒരു ബഹുമാനമോ ആദരവോ ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ മറ്റു ചിലരാവട്ടെ ചില മോശമായ കർമ്മങ്ങൾ ആചരിക്കുക നിമിത്തം അവർ സ്വാഭാവികമായി വെറുക്കപ്പെട്ടവരായി മാറുന്നു സമൂഹത്തിൽ. ഇവിടെ പണ്ഡിതാഹ എന്ന് പറയുന്ന ആ പണ്ഡിതന്മാർ സമദർശിനഃ, എല്ലാവരിലും തുല്യമായ ആത്മചൈതന്യത്തെ ദർശിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അത് ആരൊക്കെ ആയാലും എന്നാണ് ആദ്യത്തെ 3 വരിയിൽ പറയുന്നത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ, വിദ്യയും വിനയവും ഒക്കെ സമ്പന്നമായിരിക്കുന്ന ബ്രാഹ്മണനിലും ഗവി ഗോക്കളിലും ഹസ്തിനി ആനയിലും ശുനി നായ്ക്കളിലും സ്വപാകെ ശ്വാവിനെ ഭജിക്കുന്ന അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കുന്ന ചണ്ടാളനിലും ഒക്കെ ഒരേ ജീവാത്മാവാണ് കുടികൊള്ളുന്നത് എന്നുള്ള ബോധം യോഗികൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അവരെല്ലാം ഇപ്രകാരമുള്ള വിവിധങ്ങളായ കർമ്മങ്ങളെ ആചരിക്കുവാൻ കാരണമായി തീരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവർക്കെല്ലാം ഏതോ ഒരു കർമ്മഫലം നിമിത്തമായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളാണത്. ജന്മജന്മാന്തരങ്ങളായി അവർ നേടിയിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം ഭുജിക്കുകയാണ് അവർ ഈ വിവിധങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ആ ജീവാത്മാക്കൾ. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ അയാളുടെ മുൻജന്മങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകും അയാൾ ഏതോ വളരെ നല്ല ശീലങ്ങളിലൂടെ ജീവിച്ച് പോന്ന് ശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മം എടുത്തിരിക്കുന്നയാളാണ്. അതേസമയം ജന്മനാ തന്നെ വളരെ നിഷ്ഠുരങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരാണ് നമ്മൾ ഇടപഴകുന്നവരെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ജന്മജന്മാന്തരങ്ങൾ നേടിയ കുകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവൻ ഇത്രയ്ക്ക് നിഷ്ഠുരനായിട്ടിങ്ങനെ ഭവിച്ചത് എന്ന് ചിന്തിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ട തത്വം എന്ത് എന്ന് ചിന്തിച്ചാൽ, നമ്മുടെ കർമ്മങ്ങളെ കുറഞ്ഞ പക്ഷം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടെങ്കിലും ശുദ്ധമാക്കുവാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം എന്നാണ്. കഴിഞ്ഞുപോയ ജന്മങ്ങളെക്കുറിച്ചൊന്നും നമുക്ക്
ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തെല്ലാമോ ചെയ്തു പോയി അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നതല്ലാതെ ആ കഴിഞ്ഞതിനൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനായിട്ടോ ഒന്നും നമുക്ക് കഴിവില്ല. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും ഇനി അടുത്ത ഒരു ശരീരം എടുക്കുമ്പോൾ ഇങ്ങനെ പ്രാരബ്ധവും സഞ്ചിതവും ആഗാമികവുമായ ഭാണ്ഡങ്ങളായിട്ട് നമ്മളെ പീഡിപ്പിക്കാതിരിക്കണമെങ്കിൽ അപ്രകാരമുള്ള മോശമായ കർമ്മങ്ങൾ ആചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപെല്ലാം നമ്മൾ അറിവില്ലായ്മ നിമിത്തമാണ് കുകർമ്മങ്ങൾ ആചരിച്ചിരുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടാകുമ്പോൾ എങ്കിലും നമ്മൾ മാറി ചിന്തിച്ച് അപ്രകാരമുള്ള മോശമായ കർമ്മങ്ങൾ ആചരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളുടെ അദൃശ്യമായ ഈ ഭാണ്ഡത്തിൻ്റെ ഭാരം അധികരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അതുതന്നെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ പരമമായ ലക്ഷ്യവും. അതിൽ പരിശ്രമശാലികളായ ആളുകൾ വളരെ ഉന്നതമായ കർമ്മഫലത്തെ നേടുമ്പോൾ അത്രയേറെ പരിശ്രമിക്കാത്തവർക്ക് ചെറിയ റിസൾട്ടേ കിട്ടുന്നുള്ളൂ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് എല്ലാവരുടെയും ആ സത്കർമ്മങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കർമ്മഫലങ്ങളാണ് ലഭിക്കുക എന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കണം. അപ്രകാരമുള്ള കർമ്മങ്ങളെ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ള അറിവാണ് നമുക്ക് ഇവിടെയും ഭഗവാൻ തരുന്നത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേജ പണ്ഡിതാ സമദർശിനഃ ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹ ഏവ തൈഃ ജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹൈവ തൈഃ ജിതഃ സർഗഃ. ഇവിടെ തന്നെ ഈ സംസാര സാഗരത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ ലോകവാസത്തിൽ വെച്ച് തന്നെ അവർ സംസാര ദുഃഖങ്ങളെ ജയിക്കുന്നു. യേഷാം സാമ്യസ്ഥിതം മനഃ. ഏതൊരാളുടെ മനസ്സാണോ എല്ലാം സമമാണ് എന്നുള്ള ആ ബോധത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത് അവർ ഈ സംസാരത്തെ ഇവിടെ തന്നെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിർദോഷം ഹി സമം ബ്രഹ്മ. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം നിർദോഷമാണ്, ദോഷരഹിതവും സമവുമാണ്, എല്ലാ ജീവജാലങ്ങളിലും തുല്യവുമാണ്. തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. അതുകൊണ്ട് അവർ ആ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരാളുടെ മനസ്സാണോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നത്, അവരാൽ ഇവിടെ വെച്ച് തന്നെ സംസാരം ജയിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ദോഷരഹിതവും എല്ലാ ജീവജാലങ്ങളിലും സമവുമാണ്. അങ്ങനെയിരിക്കെ അവർ ആചരിക്കുന്ന ആ ശ്രദ്ധ കൊണ്ട് അവർ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ആരോടെല്ലാം ഇടപഴകുന്നുവോ അവരോടെല്ലാം സമഭാവനയോടുകൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുവോ ഇല്ലയോ എന്ന് സ്വയം പരീക്ഷിച്ചു നോക്കുക. ഒരാളെയും നമ്മളെക്കാൾ ഉയർന്നതായോ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെക്കാൾ വളരെ താഴെയായോ സങ്കല്പിച്ച് ജീവിക്കുന്ന ഒരു ലൗകികന് ഈ പറഞ്ഞ തത്വം ബാധകമാകുന്നില്ല. എന്നാൽ ഏതൊരു ജീവജാലങ്ങളുമായിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ചൈതന്യം ഈശ്വരൻ്റേതാണ് എന്ന് മനസ്സിലാക്കുന്ന യോഗി അയാൾ നിരന്തരം ബ്രഹ്മത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈശ്വരനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ ഈശ്വരൻ തന്നെ ആയിത്തീരുന്നു.
ഒരു പുഴുവിനെ ഒരു വേട്ടാളൻ കൊണ്ടുവന്ന് ഒരു ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു പൊത്തിലേക്ക് അടച്ചിട്ട് അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഈ വേട്ടാളൻ കാവലിരിക്കുന്നു. ഈ പുഴു നിരന്തരമായിട്ട് വേട്ടാളനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ഈ വേട്ടാളൻ അവിടെ കാവലുണ്ട്. അപ്പോൾ ഈ പുഴു നിരന്തരമായിട്ട് ആ വേട്ടാളൻ തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇപ്രകാരം നിരന്തരമായി ആ പുഴുവിൻ്റെ ധ്യാനം കാരണം പിന്നീട് ആ പുഴു തന്നെ ഒരു വേട്ടാളനായി പരിണമിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ സദാസമയവും ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ നമ്മളും ഈശ്വരൻ തന്നെ ആയിത്തീരും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ശ്ലോകം നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് പ്രാരംഭമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മം ഇത്രമാത്രം: എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടുകൂടി ദർശിക്കുക, ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക, പ്രത്യേകിച്ച് മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക. അത് മനസാ വാച കർമ്മണ എന്ന് തന്നെ ശ്രദ്ധയോടുകൂടി പെരുമാറുക. അങ്ങനെ വരുമ്പോൾ വളരെ കാലങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് എല്ലാ ജീവജാലങ്ങളെയും തുല്യമായി കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളും ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരായിരിക്കും. എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മത്തെ ദർശിക്കുന്നവർ ആ ബ്രഹ്മനിഷ്ഠയിൽ തന്നെ ജീവിക്കുന്നവരായതുകൊണ്ട് അവർ ബ്രഹ്മമായി തന്നെ പരിണമിക്കും, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇഹൈവ തൈർജിതസർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം സ്ഥിരബുദ്ധി അസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ. ഒരു ഇഷ്ടമുള്ള കാര്യം ലഭിച്ചു കഴിയുമ്പോൾ ആരാണോ സന്തോഷിക്കാത്തത്, ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം, അപ്രിയം ഉണ്ടാകുമ്പോൾ ആരാണോ ദുഃഖിക്കാതിരിക്കുന്നത്, സ്ഥിരബുദ്ധി, ഇപ്രകാരം സ്ഥിരബുദ്ധിയും അസമ്മൂഢ മോഹം നശിച്ചവനുമായ യോഗിക്ക് ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ, അയാൾ ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി എന്ന് പറയാം. ഏതൊരു ബ്രഹ്മജ്ഞാനിയാണോ സ്ഥിരബുദ്ധിയും മോഹം നശിച്ചവനുമായിട്ട് എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ ലഭിക്കുമ്പോൾ സന്തോഷിക്കാതിരിക്കുന്നവനും ഏതെങ്കിലും ഭൗതികമായ നാശം സംഭവിക്കുമ്പോൾ ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അയാളാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അയാളാണ് പരമപദപ്രാപ്തിക്ക് യോഗ്യനായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്ഥിരമായ ഈശ്വര നിഷ്ഠയുള്ളവനായിരിക്കും, ഭൗതികങ്ങളായ മോഹങ്ങൾ ഒന്നുമില്ലാത്തവനായിരിക്കും, ലഭിക്കുന്നതിൽ യാതൊരു ഭാവമാറ്റവും ഇല്ലാത്തവരായിരിക്കും, നഷ്ടപ്പെടുന്നതിൽ യാതൊരു ദുഃഖവും ഇല്ലാത്തവരായി ഒക്കെ ഇരിക്കാൻ അവർക്ക് കഴിയും. എന്ത് സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നതായ വസ്തുക്കൾ ലഭിച്ചാലും അവിടെ ആ യോഗി തൻ്റെ മനസ്സിനെ ഏത് പ്രകാരത്തിൽ പാകപ്പെടുത്തുന്നു എന്ന് ശ്രദ്ധിക്കണം. തനിക്ക് കിട്ടിയിരിക്കുന്ന ഏതൊരു ഭൗതിക ലാഭവും പരമപദ പ്രാപ്തിയേക്കാൾ ശ്രേഷ്ഠമല്ല എന്ന തിരിച്ചറിവ് യോഗിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഭൗതികങ്ങളായ ലാഭങ്ങളിൽ യാതൊരു ശ്രേഷ്ഠതയും കാണാത്തത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതോ ഒരു വസ്തു വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതേസമയം യോഗി ബ്രഹ്മനിഷ്ഠനായിരിക്കുമ്പോൾ അയാൾക്ക് ഈ ഈശ്വരനല്ലാതെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്ന് കിട്ടാനില്ല എന്നുള്ള ബോധ്യം
ഉള്ളവനായി തീരുമ്പോൾ അയാൾക്ക് കിട്ടുന്നതിൽ ഒന്നും പ്രത്യേകിച്ചൊരു സന്തോഷമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു സന്താപമോ ഉളവാക്കുന്നില്ല എന്നതാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ ലക്ഷണം. ആ പദത്തിലേക്ക് എത്തിച്ചേരുകയാണ് എല്ലാ യോഗികളുടെയും ലക്ഷ്യം. അങ്ങനെയുള്ളവരാകുമ്പോൾ അവർ ജീവിച്ചിരിക്കെ തന്നെ മുക്തന്മാരായി ഇരിക്കുന്നവരാണ് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ജീവൻ മുക്തർ എന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാനെന്നും എൻ്റേതെന്നും ഉള്ള എല്ലാ ഭാവങ്ങളും നമ്മൾ അമിതമായി മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്രകാരമുള്ള ലാഭനഷ്ടങ്ങളിൽ സമഭാവനയോടുകൂടി ഇരിക്കാൻ കഴിയാതെ വരുന്നത്. ഏതെങ്കിലും ഒരു ലാഭമുണ്ടാകുമ്പോൾ അത് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അതൊരു ശ്രേഷ്ഠമായ വസ്തുവായി എനിക്ക് തോന്നണം. അതേസമയം ഞാൻ സ്വയം ആ ഈശ്വര നിഷ്ഠയിൽ ജീവിക്കുന്നയാളാണ് എങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഈശ്വര ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമല്ല ഏതൊരു ഭൗതിക വസ്തുക്കളും എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവിൽ ലാഭനഷ്ടങ്ങൾക്കൊന്നും അയാളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുവാൻ കഴിയാതെ വരുന്ന ആ അവസ്ഥ, അതിനെയാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയും. നമ്മുടെ ശരീരം ഉള്ള അത്രയും കാലം ഇതിനെ പരമപദത്തിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമമാണ് ഒരു യോഗിക്ക് സദാസമയവും അനുഷ്ഠിക്കുവാനുള്ളത്. അല്ലാതെ സ്വാർത്ഥ ചിന്തകളോടെ എന്തെങ്കിലും നേടണം എന്നുള്ള, ഭൗതികമായി എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹത്തോടെയല്ല. അതുകൊണ്ടാണ് ലാഭനഷ്ടങ്ങളിൽ സമഭാവന ഉണ്ടാകണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.